ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന് രാഷ്ട്ര രൂപീകരണമല്ലാതെ മറ്റൊരു പോംവഴിയുമില്ലെന്ന് മാർപ്പാപ്പ പ്രഖ്യാപിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇത്ര വൈകാരികപരമായിട്ടുണ്ടാവുന്നത് ഇതാദ്യമായിട്ടാണ്. ഗസക്കകത്ത് നടക്കുന്ന ഒരുപാട് ക്രൂരമായിരിക്കുന്ന പ്രവൃത്തിയെ പല ഘട്ടങ്ങളിൽ അപലപിച്ചിട്ടുണ്ട്. അവിടെ ക്രിസ്ത്യൻ ചർച്ചുകളൊക്കെ തകർത്തവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം മാർപ്പാപ്പയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ അത്ര ന്യായീകരിക്കാൻ പറ്റാത്തതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കണമെന്ന് കണിശമായ രീതിയിൽ അറബ് മുസ്ലിം രാജ്യങ്ങൾ പറയുന്ന പോലെ പറഞ്ഞിരിക്കുന്നത് ഇതാദ്യമായിട്ടാണ്. അതിന് ഒരുപാട് കാര്യകാരണങ്ങൾ വിശദീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം ഈ കാര്യത്തെക്കുറിച്ചിട്ട് കൃത്യമായിരിക്കും ഒരു നിലപാട് പറഞ്ഞത്. കാര്യം 10-25 വർഷമായി അവിടെ നടക്കുന്ന പ്രവൃത്തി കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ഗുണപരമായിരിക്കുന്ന സാമൂഹികമായിരിക്കുന്ന അന്തരീക്ഷത്തിന് നല്ലതാണ് എന്ന് പറയാൻ പറ്റുന്നതല്ല. പ്രശ്ന പരിഹാരം ഉണ്ടാവുകയും സമാധാനം ഉണ്ടാവുകയും ആവശ്യമാണ്. അതിന് പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം രൂപീകരിക്കണം. ഇസ്രായേൽ എത്ര സമ്മതിച്ചിട്ടില്ലെങ്കിലും ഒരു കാലത്ത് അത് സമ്മതിക്കേണ്ടി വരും എന്നുള്ളൊരു പരാമർശം കൂടി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ബൈബിൾ കഥകൾ ഒരുപാട് ഈ വിഷയം പലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയാറുണ്ട്. പലസ്തീന് ഇസ്രായേലിന് പൂർണ്ണമായിരിക്കുന്ന അംഗീകാരം നൽകുന്ന രീതിയിലും ഇസ്രായേൽ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം മുൻപേ പറയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നടക്കൂ എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ ചില ക്രിസ്ത്യൻ മിഷനറിമാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാറുണ്ട്. സാധാരണഗതിയിൽ അതിന് ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്ന നിലപാടാണ് എല്ലാ കാലത്തിലും അവർ സ്വീകരിക്കാറുള്ളത്. അതിൻ്റെ കാര്യം ചരിത്രപരമായിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് അവർക്ക് അറിയില്ല എന്നുള്ളതാണ്. എന്താണ് ഫലസ്തീൻ വിഷയം, എന്താണ് ഇസ്രായേൽ വിഷയം എന്ന് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്ത ബൈബിൾ കഥകൾ വായിച്ചുകൊണ്ട് പറയുന്ന വിഭാഗമാണ് പല ഘട്ടങ്ങളിലും ഇതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നടത്തുന്നത്. അവർക്ക് എല്ലാവർക്കും കൂടിയുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ മാർപ്പാപ്പ പറഞ്ഞത് എന്നൊരു പ്രത്യേകതയുണ്ട്. അതിൽ യേശു ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത വിഭാഗമാണ് ജൂത വിഭാഗം എന്ന് പറയുന്നത്. അത് ബൈബിളിൽ കൃത്യമായ രീതിയിൽ പറയപ്പെട്ട കാര്യമാണ്. ഒറ്റുകൊടുത്തു, കുരിശിൽ തറച്ചു, അങ്ങനെ കൊലപ്പെടുത്തി. അതിൽ മുസ്ലിങ്ങൾക്ക് ആ രക്തത്തിൽ ഒരു പങ്കുമില്ല. മാത്രവുമല്ല, ഈ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി ചെയ്തതിനെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈ ജൂത വിഭാഗത്തോടൊപ്പം ക്രിസ്ത്യ വിഭാഗം ചേർന്നിട്ടുമില്ല. ആദ്യ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് ക്രിസ്ത്യ വിഭാഗത്തെ ആട്ടിത്തെളിക്കപ്പെട്ടിട്ടുണ്ട്, എതിർക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഇവർക്ക് സംരക്ഷണം നൽകിയത് മുസ്ലിങ്ങളാണ്. ആ മുസ്ലിങ്ങൾക്ക് നേരെയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്ന യുദ്ധപ്രവൃത്തികൾ അല്ലെ ക്രൂരമായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ ചെയ്യുന്നത് അന്ന് സംരക്ഷണം നൽകിയിരിക്കുന്ന പാലസ്തീനികളുടെ തലമുറയോടാണ്. ആ കാര്യങ്ങളൊക്കെ മറന്നുകൊണ്ടും ആ കാര്യങ്ങൾക്കെതിരെ നിന്നുകൊണ്ടൊക്കെയാണ് ഇപ്പോൾ ക്രിസ്തീയ വിഭാഗത്തു നിന്ന് പല ഘട്ടങ്ങളിലും വിമർശനം ഉണ്ടാകുന്നത്. അപ്പോൾ യേശുവിനെ കുരിശിൽ തറച്ച് കൊന്ന, ഒറ്റുകൊടുത്ത് കൊന്ന ജൂതന്മാർക്ക് പൂർണ്ണമായിരിക്കുന്ന പിന്തുണ നൽകുന്ന വിഭാഗമായിട്ട് ചില ആളുകളെങ്കിലും അത് മാറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ ഈ ദൈവപുത്രനായിട്ട് ജൂത വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നൊരു പ്രത്യേക ഇതിലുണ്ട്. എന്നാൽ യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾ പ്രവാചകനായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെ വിമർശിച്ചുകൊണ്ട് ഒറ്റുകൊടുത്തുകൊണ്ട് കുരിശിൽ തറച്ച ദൈവപുത്രനെ ആ പ്രവൃത്തി ചെയ്തവരെ ന്യായീകരിക്കുന്ന ഒരു പ്രവൃത്തിയൊക്കെ വർത്തമാന കാലത്ത് ഈ ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കമാൻഡുകൾ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി സാധിക്കുന്നതാണ്. അവർക്കെല്ലാം കൂടി കൂട്ടിയിട്ട് മാർപ്പാപ്പ തന്നെ മറുപടി കൊടുത്തിരിക്കുന്നു. ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണമല്ലാതെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് പുതിയൊരു ഫോർമുല സൃഷ്ടിക്കാൻ ലോകത്തൊരു രാജ്യത്തിന് സാധിക്കില്ല. അതവർക്ക് അനുവദിച്ചു കൊടുക്കേണ്ടി വരും. എത്ര വാശി പിടിച്ചിട്ടാണെങ്കിലും ഒരിക്കൽ പോലും സമാധാനമില്ലാത്ത ഒരു സംവിധാനം സൃഷ്ടിക്കുക എന്നല്ലാതെ സമാധാനപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കണമെങ്കിൽ ഫലസ്തീൻ രാഷ്ട്രം അനിവാര്യമാണ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ആഭ്യന്തരപരമായ രീതിയിൽ ഫലസ്തീൻ രാജ്യത്തിനകത്ത് നടക്കുന്നതൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയായിട്ട് വന്നിരിക്കുകയാണ്. അതിലൊന്നാണ് സൈനിക വേഷം ധരിക്കാൻ അല്ലെങ്കിൽ സൈനികരായി ചേരാൻ വേണ്ടി താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നു. റിസൈൻ ചെയ്യാൻ വേണ്ടി താല്പര്യം കാണിക്കുന്നു. അങ്ങനെ സൈനികരുടെ വല്ലാത്ത രീതിയിലുള്ള കുറവ് അവിടെ ഉണ്ടാകുന്നു എന്നതാണ്. പരിക്കേൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കപ്പെടുന്ന IDF സംഘത്തിൽപ്പെട്ട സൈനികരുടെ എണ്ണം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ്. പരിക്കേറ്റ പിന്നെ തിരിച്ചു പോകാത്ത രീതിയിൽ റിസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രവൃത്തികളാണ്. പല ഈ സൈനികരും ജയിലിലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ യുദ്ധമുഖത്ത് തങ്ങളില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ജയിലിൽ പോവേണ്ട ഒരവസ്ഥ പോലുണ്ട്. മുൻപ് അങ്ങനെയല്ലായിരുന്നു. ഇസ്രായേലിൽ സൈനിക സേവനം ചെയ്യാന്ന് പറയുന്ന കാര്യം അവരുടെ മതത്തിൽ, ജൂത മതത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നായിരുന്നു.
രാജ്യ സേവനം ചെയ്യുക എന്ന് പറയുന്നത് സൈനിക സേവനമാണ്. അതിലേക്ക് നിർബന്ധമായ രീതിയിൽ ഈ മത പ്രബോധനം നടത്തുന്ന ആളുകളൊക്കെ അതിന് പ്രചോദനം നൽകുകയായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രതിഫലം കിട്ടുന്ന കാര്യമായിട്ട് അവർ വിശ്വസിച്ചിരുന്നു, വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട്. ഇന്ന് ആ വിശ്വാസമൊക്കെ തള്ളപ്പെട്ടു പോയി. ഇന്നിപ്പോൾ അവർ പറയുന്ന കാര്യം ഞങ്ങൾക്ക് സൈനികപരമായിരിക്കുന്ന ജോലിയേ വേണ്ട എന്നുള്ള തരത്തിലാണ്. അങ്ങനെ സൈനികരുടെ വലിയ രീതിയിലുള്ള ബാഹുല്യം ഉണ്ടാകുന്നു. ഉള്ള സൈനികർക്ക് തന്നെ ഒരുപാട് പേർക്ക് മാനസികപരമായിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് എന്നും റിപ്പോർട്ട് ചെയ്യുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ അവർ ഏത് മരണമുഖത്താണ് ഇസ്രായേൽ സൈനികർ ഉള്ളത്. ഗസക്കകത്ത് കയറിയാൽ തിരിച്ചു വരുമെന്നുള്ള ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റാത്തില്ല. 1000-ഓളം സൈനികരെങ്കിലും ഗസയിലുള്ള യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തും. 967 കണക്കൊക്കെ ഇതിന് മുമ്പ് പറഞ്ഞിരുന്നു. മറ്റൊരു റിപ്പോർട്ടിനകത്ത് 696 കണക്ക് പറഞ്ഞിരുന്നു. ഒരു കൃത്യത ഇല്ലെങ്കിൽ പോലും ഏറെക്കുറെ 1000-ഓളം സൈനികർ കൊല്ലപ്പെട്ടു എന്നാണ് അനുമാനം. 10,000-ലധികം സൈനികർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നും അതിൻ്റെ ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് പറയുന്നു. അതിൽ ഏകദേശം 1000-ഓ 1000-ൽ കൂടുതലോ ആളുകൾക്ക് വൈകല്യം ഉണ്ടായിട്ട് കൈയും കാലമൊക്കെ നഷ്ടപ്പെട്ടവരാണ് എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള നാശങ്ങളും നഷ്ടങ്ങളും പ്രയാസങ്ങളും ഇസ്രായേൽ അനുഭവിച്ച യുദ്ധമാണ് ഗാസ പലസ്തീൻ യുദ്ധം, ഗാസ ഇസ്രായേൽ യുദ്ധം എന്ന് പറയുന്നത്. അവർ 948 സ്വാതന്ത്ര്യമായതിനു ശേഷം ഏറെക്കുറെ 20ഓളം യുദ്ധം ചെയ്തിട്ട് 19 യുദ്ധത്തിലും മെജോറിറ്റിയോടുകൂടി മണിക്കൂറുകൾക്കകം വിജയിച്ചെടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട്. 967 അറബ് ഇസ്രായേൽ യുദ്ധം എന്ന് പറഞ്ഞാൽ ഏകദേശം 6ഓളം രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ നയിച്ച യുദ്ധമാണ്. 6 രാജ്യത്തെയും പരാജയപ്പെടുത്തി. 6 ദിന യുദ്ധം എന്നാണ്, 6 ഡേ വാർ എന്നാണ് അവർ പറയുന്നത് തന്നെ. സത്യത്തിൽ 6 ഡേ വാറൊന്നും ആയിട്ടില്ല, 6 ദിവസമൊന്നും ആയിട്ടില്ല. 6 മണിക്കൂർ കൊണ്ട് തന്നെ ഏറെക്കുറെ ഈജിപ്ത് അടക്കമുള്ള സൈനിക ബലത്തെ ഇല്ലാതാക്കാൻ വേണ്ടി ഇസ്രായേലിന് സാധിച്ചു എന്നുള്ളത് ലോകത്തെ അമ്പരപ്പിച്ച അല്ലെങ്കിൽ ഞെട്ടിപ്പിച്ച ഒരു കാര്യമാണ്. അപ്പോൾ അത്രയും രാജ്യങ്ങളെ തകർത്തെറിയപ്പെട്ട 20ഓളം രാജ്യങ്ങളിൽ 19ഓളം യുദ്ധങ്ങളിൽ വിജയിച്ച ഒരു രാജ്യം ഗസ എന്ന് പറയുന്ന ഇസ്രായേൽ നിയന്ത്രിതമായിരിക്കുന്ന പ്രദേശത്തിൻ്റെ അകത്ത് നിന്ന് ഈ പ്രാദേശിക യുദ്ധം നടത്തിയിട്ട് അവരെ കീഴ്പ്പെടുത്താൻ സാധിക്കാതെ വിയർത്തൊലിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇപ്പോഴും ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇപ്പോഴും വിജയിച്ചിട്ടുണ്ട് എന്ന് അവർക്ക് പോലും സമ്മതിക്കാൻ വേണ്ടി സാധിക്കാത്ത വിധമാണ് ഗസയിലെ അവസ്ഥ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇപ്പോൾ ഏറ്റുമുട്ടൽ ഒറ്റപ്പെട്ട രീതിയിൽ എങ്കിലും നടക്കുന്നു എന്നുള്ളതാണ്. സൈനികർക്ക് അവധി ഇല്ലാതാക്കുന്ന ഒരു നിയമം കൊണ്ടുവന്നു. ഇനി അവധി ഒന്നും ഉണ്ടാവില്ല യുദ്ധം കഴിയാതെ എന്നുള്ളതാണ് അതിൻ്റെ രീതി. പൊതുസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ വലിയ വിഷയങ്ങൾ നിലനിൽക്കുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലെല്ലാം സൈനികരുടെ അഭാവം ഉണ്ടാകുന്നു. അപ്പോൾ സൈനികർ യഥാർത്ഥത്തിൽ അതിർത്തിയുമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് കുറവുണ്ടാകുന്ന സമയത്ത് ശത്രുപക്ഷത്തിലേക്ക് ഇടിച്ചു കയറാൻ വേണ്ടി സാധിക്കും. അവരെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് ഇവർക്ക് സാധിക്കാത്തൊരു സ്ഥിതി വരും. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അവിടെ നിലനിൽക്കുന്നു എന്ന് ചുരുക്കം. ഇതിനു മുൻപ് ട്രംപ് പറഞ്ഞത് ഇപ്പോൾ വീണ്ടും അത് എടുത്തുകൊണ്ട് വലിയ വിവാദമായിട്ട് കൊണ്ട് ഇപ്പോൾ തന്നെ ഈ ചാനലുകളൊക്കെ ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ തുടർച്ചയായ രീതിയിൽ മാർപ്പാപ്പ പറഞ്ഞത് പാലസ്തീൻ സ്വതന്ത്രമാവാതെ പ്രശ്നം പരിഹരിക്കുകയില്ല എന്ന് പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ജയിക്കാൻ പ്രധാനമന്ത്രിയായ നെതന്യാഹു താങ്കൾക്ക് സാധിക്കുകയില്ല, തീർച്ചയായിട്ടും താങ്കൾ തോൽക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ താങ്കൾ നടക്കുന്നത് ലോകത്തെ വെല്ലുവിളിക്കുകയാണ്. അത് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. മുന്നേറാൻ സാധിക്കുകയില്ല എന്നുള്ളൊരു മുന്നറിയിപ്പ് ട്രംപ് തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു. എല്ലാ കരാർ വ്യവസ്ഥയും പാലിച്ചുകൊണ്ടാണ് ഈ കരാർ വ്യവസ്ഥ പാലിക്കാനുള്ള കരാർ ഉണ്ടാക്കിയ സമയത്തെല്ലാം ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. സമ്മതിക്കാതിരിക്കാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മുന്നേറാൻ സാധിക്കാത്ത വിധം ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്നുള്ളതാണ്. രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിജീവനം പ്രയാസമാകുന്ന തരത്തിലും ഇനിയൊരു പുനർനിർമ്മിതി ഉണ്ടാവുകയാണെങ്കിൽ 10 വർഷമെങ്കിലും എടുക്കും. ഇറാൻ തകർത്ത മേഖല പുനർനിർമ്മിച്ചുകൊണ്ട് ആദ്യത്തെ രൂപത്തിൽ ഉണ്ടാക്കുകയും അത് ആ മേഖലയിൽ ജനങ്ങൾക്ക് തങ്ങൾക്ക് വിശ്വാസം അർപ്പിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഒരുക്കണമെങ്കിൽ പോലും ഇസ്രായേലിന് 10 കൊല്ലം വേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് മാർപ്പാപ്പയുടേതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്ന നിലപാടുകളും അഭിപ്രായവും. ഇത് നവംബർ മാസത്തിൽ നവംബർ 30-ാം തീയതിയാണ് മാർപ്പാപ്പ ഈ പ്രസ്താവന പുറത്തിറക്കിയത്.
പാലസ്തീൻ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ചില നിലപാടുകൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നവംബർ 30-നാണ്. നവംബർ 30-ന് ശേഷമാണ്, അതായത് 1-ാം തീയതിയോട് കൂടിയിട്ടാണ് ഇത് ചർച്ചയിൽ വന്നിരിക്കുന്നത്. പിന്നീട് അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിട്ടാണ് ആ കാര്യങ്ങൾ പറയുന്നത്. അത് അടിസ്ഥാനമാണ്. യൂറോപ്യൻ യൂണിയനിലെ പരമാവധി രാജ്യങ്ങൾ ഇതിനെ പിന്തുണച്ചു. ജോർദാൻ, ഈജിപ്ത്, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാഷ്ട്രങ്ങൾ ഈ നിലപാട് ശരിയാണെന്ന് ശരിവെച്ചു. ഞങ്ങളുടെ നിലപാടാണ് മാർപ്പാപ്പ പറഞ്ഞത് എന്നാണ് സൗദിയുടെയൊക്കെ അഭിപ്രായങ്ങൾ. OICC ഈ നിലപാടിനെ പൂർണ്ണമായ രീതിയിലും അംഗീകരിച്ചു. അങ്ങനെ ചില മീഡിയയിലെടുത്ത് പരിശോധിച്ചാൽ ലോക രാജ്യങ്ങളുടെ പ്രതികരണം മാർപ്പാപ്പയുടെ നിലപാടിനോടനുബന്ധിച്ച് തന്നെ പുറത്ത് വന്നിട്ടുണ്ട്. കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാടുകൾ അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. മാർപ്പാപ്പയുടെ നിലപാടിലേക്ക് എത്തും. ഈ ബൈബിൾ കഥകൾ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാക്കി നടക്കുന്ന അഭിപ്രായം പറയുന്ന ക്രിസ്തീയ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വല്ലാത്ത രീതിയിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കാതെ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാവില്ല. മിഡിൽ ഈസ്റ്റ് സമാധാനം ഉണ്ടാവണമെങ്കിൽ പലസ്തീൻ രാഷ്ട്രമായിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് ഇന്ന് ലോകാടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.